ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് റിയാക്ട് JSലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഹുക്കുകളാണ്. അപ്പം എല്ലാ ഹുക്കുകളും ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ 5 ഹുക്കുകളും കവർ ചെയ്യുന്നുണ്ട്. യൂസ് സ്റ്റേറ്റ്, യൂസ് എഫക്റ്റ്, യൂസ് റെഫ്, യൂസ് കോണ്ടെക്സ്റ്റ്, യൂസ് റെഡ്യൂസർ. ഈ 5 ഹുക്കും എന്താണ്, അതിൻ്റെ പ്രാക്ടിക്കൽ ഉപയോഗങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ മൊത്തം ഹുക്കുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഹുക്കുകൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് കണ്ടൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ 720pയിലോട്ടോ 1080pയിലോട്ടോ സ്വിച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ റിയാക്ട് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ് ഫ്രം റിയാക്ട്. റിയാക്റ്റിൽ നിന്നും യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഉപയോഗിക്കുന്നത്. ഒരു കോൺസ്റ്റ് കൊടുക്കുക, അത് കഴിഞ്ഞ് അറേയുടെ സിമ്പലുകളില്ലേ അത് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് 2 കാര്യങ്ങൾ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കൊരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കൊടുക്കാം. എന്നിട്ട് യൂസ് സ്റ്റേറ്റ് കൊടുക്കുക, ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുക, ആദ്യത്തെ വാല്യൂ കൊടുക്കുക, ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ്. ഓക്കെ, എന്നിട്ട് ഈ ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ വിളിക്കാം, ഇങ്ങനെ വിളിക്കാം. ഈ ടെക്സ്റ്റ് ഇല്ലേ നമ്മൾ യൂസ് സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്തത്, അതിനെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസ്പ്ലേയിൽ വരും, നമുക്ക് നോക്കാം. കണ്ട, ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ് എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം യൂസ് സ്റ്റേറ്റ് ഹുക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ പേര് ശ്രദ്ധിക്കണം. ഈ ഹുക്കിൻ്റെ പേര് യൂസ് സ്റ്റേറ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം സ്റ്റേറ്റിനെ ഉപയോഗിക്കുക എന്നാണ്. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ കാര്യങ്ങളുടെ പേര് നോക്കിയാൽ തന്നെ അതിൽ നിന്ന് നമുക്കൊരു ഹിൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇവിടെ യൂസ് സ്റ്റേറ്റ് എന്നാണ് പേര്. അപ്പം സ്റ്റേറ്റിനെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് സ്റ്റേറ്റ്? യൂസ് സ്റ്റേറ്റിനെ ഉപയോഗിക്കുന്നതാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പം യൂസ് സ്റ്റേറ്റ് ഹുക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ റിയാക്റ്റിൽ എല്ലാ കമ്പോണൻറ്റിനും ഒരു സ്റ്റേറ്റ് ഉണ്ട്. എവരി കമ്പോണൻറ്റ് ഹാസ് എ സ്റ്റേറ്റ്. റിയാക്റ്റിൽ എല്ലാ കമ്പോണൻറ്റിനും ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് എന്തിനാന്ന് വെച്ചാൽ, ആ സ്റ്റേറ്റിൻ്റെ അകത്ത് നമുക്ക് ആ കമ്പോണൻറ്റിന് വേണ്ട ഡേറ്റ എല്ലാം ഇട്ട് വയ്ക്കാം. എല്ലാ കമ്പോണൻറ്റിനും സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ ആ കമ്പോണൻറ്റിന് വേണ്ട ഡേറ്റ ഇട്ട് വയ്ക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് പോലെയാണ്. ടെമ്പററി സ്റ്റോറേജ് ആണ്. ഡേറ്റ റിലേറ്റഡ് ടു കമ്പോണൻറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. അതായത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എല്ലാ കമ്പോണൻറ്റിനും റിയാക്റ്റിൽ സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൻ്റെ അകത്ത്, ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് പോലെയാണ്. അതിൻ്റെ അകത്ത് ആ കമ്പോണൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ സിൻടാക്സ്. കോൺസ്റ്റ്, അറേ, ആദ്യം ഒരു വേരിയബിൾ, രണ്ടാമതൊരു സംഭവം, അതെന്തുവാന്ന് പറഞ്ഞുതരാം. പിന്നെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിക്കുക. ഇതെന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ ആണ്. അതായത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. സ്റ്റേറ്റ് വേരിയബിൾ, സ്റ്റേറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ. ഈ സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വേരിയബിളിൻ്റെ വാല്യൂവിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ്.
ഈ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പം ആദ്യത്തെ സംഭവം ഒരു സ്റ്റേറ്റ് വേരിയബിളും രണ്ടാമത്തത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ യൂസ് സ്റ്റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നില്ലേ, ഇതാണ് ഇനിഷ്യൽ വാല്യൂ. ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ ആണ് ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ്. അതാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്, അതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടതും. ഓക്കെ, പിന്നെ ഈ ആദ്യത്തെ വേരിയബിള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണേലും കൊടുക്കാം. രണ്ടാമത്തെ ഈ ഫംഗ്ഷൻ്റെ പേര്, ഇതൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ യൂസ് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഈ ഫംഗ്ഷൻ്റെ പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് സെറ്റ് എന്ന് പറയുന്ന ഒരിതിൽ തുടങ്ങിയിട്ട് ഈ സംഭവത്തിനെ തന്നെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നെങ്കിൽ സെറ്റ് എന്ന് കൊടുക്കാം, അല്ലെ ചേഞ്ച് എന്ന് കൊടുക്കാം. ഇനി ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഈ സ്റ്റേറ്റ് വേരിയബിൾ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബട്ടൺ എഴുതാം. ആ ബട്ടണിൻ്റെ ഓൺ ക്ലിക്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഓൺ ക്ലിക്കിൽ വർക്കാകാൻ നമുക്കൊരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. കോൺസ്റ്റ് ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലേ, യൂസ് സ്റ്റേറ്റ് ഹുക്ക് തരുന്ന ഫംഗ്ഷൻ, അത് വിളിച്ചിട്ട് നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു, ന്യൂ ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ്. ഓക്കെ, എന്നിട്ട് ഈ ഹാൻഡിൽ ക്ലിക്ക് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നു, ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ യൂസ് സ്റ്റേറ്റ് തരുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വാല്യൂ മാറ്റി പുതിയൊരു വാല്യൂ ഇടുകയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ വാല്യൂ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ് എന്നും പറഞ്ഞ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചേഞ്ച് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ന്യൂ ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ് എന്നായി. അപ്പം എന്താ സംഭവിച്ചത്, നമ്മൾ ആ ബട്ടൻ്റെ ക്ലിക്കിൽ നമ്മൾ ഈ സെറ്റ് ടെക്സ്റ്റ് വിളിച്ചിട്ട് നമ്മൾ ആ സ്റ്റേറ്റിൽ ആദ്യം ഇട്ട് വച്ചിരുന്ന വാല്യൂ നമ്മൾ മാറ്റി പുതിയൊരു വാല്യൂ ആക്കി. അപ്പോൾ യൂസ് സ്റ്റേറ്റ് ഹുക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തുവാ, കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിനെ നമ്മളെ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നു. കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിൽ നമുക്ക് ഡേറ്റ ഇട്ട് വയ്ക്കാം. ഓൾസോ കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിൽ ഇട്ട് വെച്ച ഡേറ്റയെ നമുക്ക് മാറ്റാനും കഴിയും, അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? സ്റ്റേറ്റിൽ ഡേറ്റ ഇട്ട് വയ്ക്കാം, ആ ഡേറ്റയെ മാറ്റാനും പറ്റും. പിന്നെ കമ്പോണൻറ്റ് സ്റ്റേറ്റിൽ എന്തൊക്കെ തരം, ഏതൊക്കെ ഡേറ്റ ടൈപ്പ് ഡേറ്റ ഇട്ട് വയ്ക്കാമെന്നൊരു ചോദ്യം വരും. അതിൻ്റെ ഉത്തരം ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡേറ്റ ടൈപ്പ് നമുക്ക് യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിൽ ഇട്ട് വയ്ക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കൗണ്ടർ എന്നും പറഞ്ഞ് കൊടുക്കുന്നു, സെറ്റ് കൗണ്ടർ. അപ്പോൾ കൗണ്ടർ സ്റ്റേറ്റ് വേരിയബിളും സെറ്റ് കൗണ്ടർ എന്തുവാ, ഫംഗ്ഷനുവാ. ഈ കൗണ്ടർ എന്നുള്ളതിൻ്റെ വാല്യൂ മാറ്റാനുള്ള ഫംഗ്ഷനാണ്. യൂസ് സ്റ്റേറ്റ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ വാല്യൂവാണ്. ആദ്യത്തെ വാല്യൂ നമുക്ക് ജസ്റ്റ് 5 എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്ട്രിങ് ഡേറ്റയാണ് ഇട്ട് വെച്ചേക്കുന്നത്, ഇവിടെ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് എന്താ, നമ്പർ ഡേറ്റയാണ്. അപ്പോൾ ഈ 5 എന്നുള്ള വാല്യൂ കൗണ്ടറിൻ്റെ ആദ്യത്തെ വാല്യൂ ആയിരിക്കും. എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ വാല്യൂ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എടുക്കാനായിട്ട് ഇങ്ങനെ കർലി ബ്രേസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ട ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റ് ആ കൗണ്ടറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനും കൂടി എഴുതാം, ബട്ടൺ ഓൺ ക്ലിക്ക് കോൺസ്റ്റ് ഹാൻഡിൽ കൗണ്ട് എന്ന് എഴുതാം. സെറ്റ് എന്താണ്, കൗണ്ടറിൻ്റെ വാല്യൂ
10 എന്നാക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഹാൻഡിൽ കൗണ്ട് ഇതിൻ്റെ ഓൺ ക്ലിക്കിലേക്ക് പാസ് ചെയ്യുന്നു. ഓൺ ക്ലിക്കിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ ഫംഗ്ഷൻ വർക്കാവും. ഇവിടെ നമുക്ക് ചേഞ്ച് കൗണ്ട് എന്ന് പറഞ്ഞ് ഈ ബട്ടൻ്റെ വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് കൗണ്ട് ബട്ടണിൽ ഞെക്കുമ്പം ഈ ഫംഗ്ഷൻ വർക്കാകും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ സെറ്റ് കൗണ്ടർ വെച്ചിട്ട് 5-ൽ നിന്നും വാല്യൂ മാറ്റി 10-ലോട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ട വന്നിട്ടുണ്ട്. ഇവിടെ ഈ ചേഞ്ച് കൗണ്ട് ഞെക്കുമ്പോൾ നോക്കിക്കോണം, ഇത് 5 മാറ്റി 5 മാറി 10 ആകും. കണ്ട 5 മാറി 10 ആയി. ചേഞ്ച് ടെക്സ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ പുതിയ ടെക്സ്റ്റ് വന്ന്. ഇതിനി നമ്മൾ റീലോഡ് ചെയ്യുവാണെന്ന് വെച്ചോ, പേജ് റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് സ്റ്റേറ്റ് വെച്ച് കൊടുത്തേക്കുന്ന ആദ്യത്തെ വാല്യൂ ഇല്ലേ, എല്ലാം ആദ്യത്തെ വാല്യൂയിലോട്ട് തിരിച്ചു പോകും. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇവിടെ ന്യൂ ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റും 10 റീലോഡ് ചെയ്താൽ ആ പഴയ ആദ്യത്തെ വാല്യൂയിലോട്ട് പോകും. ടെക്സ്റ്റ് ഫ്രം സ്റ്റേറ്റും 5 ആയി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് യൂസ് സ്റ്റേറ്റ് ഹുക്ക്, സ്റ്റേറ്റ് എന്താണ്, യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് റിയാക്റ്റിൻ്റെ സ്റ്റേറ്റിൽ നമുക്ക് ഡേറ്റ ഇടാനും അതിനെ മാറ്റാനും പറ്റും. ഈ ആദ്യത്തത് സ്റ്റേറ്റ് വേരിയബിളും രണ്ടാമത്തത് ആ സ്റ്റേറ്റ് വേരിയബിളിനെ മാറ്റാനുള്ള ഫങ്ഷനുമാണ്. ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ ആണ്. ഇനി നമുക്കൊരു അറേയും കൂടി സ്റ്റേറ്റിൽ ഇട്ട് നോക്കാം. കോൺസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. സെറ്റ് അറേ ഒബ്ജക്റ്റ് ബൂളിയൻ, അതായത് റിയാക്ട് സപ്പോർട്ട് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡേറ്റ ടൈപ്പും നമുക്ക് സ്റ്റേറ്റിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു കമ്പോണൻറ്റിൽ എത്ര വട്ടം വേണേലും നമുക്ക് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് ഞാനൊരു അറേ ഇട്ട് വയ്ക്കുക. ഫ്രൂട്ട്സ് എന്നാണല്ലോ അതിൻ്റെ പേര്, മാംഗോ, ഓറഞ്ച്, ആപ്പിള്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വേരിയബിൾ ഈ കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അറേയാണ്. അപ്പോൾ അറേയെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടെക്സ്റ്റും അതായത് സ്ട്രിങ്ങും നമ്പറും ആയതുകൊണ്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയത്. അറേയെ നമുക്ക് മാപ്പ് ചെയ്തിട്ടേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു UL എലമെൻറ്റ് കൊടുക്കുന്നു. മാപ്പ് ചെയ്യണമെങ്കിലും ഇങ്ങനെ കൊടുക്കണം. ഫ്രൂട്ട്സ് ഡോട്ട് മാപ്പ് ഫ്രൂട്ട് എന്തിലോട്ടാണ് മാപ്പ് ചെയ്യേണ്ടത്, ഒരു LIക്കകത്തായിട്ടാണ് മാപ്പ് ചെയ്യേണ്ടത്. ഫ്രൂട്ട് എന്ന് കൊടുക്കുക. അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു അറേയാണ്. ആ അറേയെ നമ്മൾ മാപ്പ് ചെയ്യുന്നു. ഫ്രൂട്ട്സ് ഡോട്ട് മാപ്പ് ചെയ്യുന്നത് നമ്മളൊരു LI എലമെൻറ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ മേളിൽ നമ്മൾ UL കൊടുത്തിട്ടുണ്ട്. UL LI അറിയാമല്ലോ, ലിസ്റ്റ് ഓഫ് ഐറ്റം കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മാംഗോ, ഓറഞ്ച്, ആപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റിലെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് എന്താണെന്ന് നോക്കി. എല്ലാ കമ്പോണൻറ്റിനും സ്റ്റേറ്റ് ഉണ്ട്. ഇവിടുത്തെ കമ്പോണൻറ്റിൻ്റെ പേര് ആപ്പ് എന്നാണ്. അപ്പം ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റിലാണ് നമ്മളിവിടെ ഡേറ്റ ഇട്ടേക്കുന്നത്. അപ്പം എല്ലാ കമ്പോണൻറ്റിനും സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിനെ ഉപയോഗിക്കാൻ സമ്മതിക്കുന്ന ഹുക്കാണ് യൂസ് സ്റ്റേറ്റ് ഹുക്ക്. അതിൽ ആദ്യത്തെ സംഭവം സ്റ്റേറ്റ് വേരിയബിളും രണ്ടാമത്തെ സംഭവം ആ സ്റ്റേറ്റ് വേരിയബിളിനെ മാറ്റാനുള്ള ഫങ്ഷനുമാണ്. ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആദ്യത്തെ വാല്യൂ ആ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആണ്. ഏതൊരു ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ടൈപ്പും സ്റ്റേറ്റിൻ്റെ അകത്ത് യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ഇടാം. അതിനെ നമുക്ക് മാറ്റാനും പറ്റും. ഓക്കെ, നമ്മൾ
റിയാക്റ്റിൻ്റെ അകത്തെ ഫങ്ഷൻ കമ്പോണൻറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹുക്കാണ് യൂസ് എഫക്റ്റ് ഹുക്ക്. ഇത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് യൂസ് എഫക്റ്റ് ഫ്രം റിയാക്റ്റ്. ആദ്യം നമ്മൾ ഓരോ സംഭവം പഠിക്കുമ്പോഴും അതിൻ്റെ പേര് ശ്രദ്ധിക്കുക. യൂസ് എഫക്റ്റ് എന്നാണ്, എഫക്റ്റ് ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പോണൻറ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഹുക്കിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കമ്പോണൻറ്റിൻ്റെ ലൈഫ് സൈക്കിളിലെ പല ഘട്ടങ്ങളിലും നമുക്ക് ഈ ഹുക്കിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് യൂസ് എഫക്റ്റ് ഹുക്ക്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കൊടുക്കണം, യൂസ് എഫക്റ്റ് കൊടുക്കണം. ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു ആരോ ഫംഗ്ഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഒരു എം ടി അറേ കൊടുക്കുക. ഈ എം ടി അറേക്ക് പറയുന്നത് ഡിപ്പെൻഡൻസി അറേ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കാം. ഫ്രം യൂസ് എഫക്റ്റ്. അതുകൊണ്ട് ഞാൻ ബ്രൗസറിലേക്ക് പോകുന്നു. ബ്രൗസറിൻ്റെ കൺസോൾ എടുക്കുന്നു. ഞാൻ ബ്രൗസറിലൊന്ന് റീലോഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് കൊടുത്ത കൺസോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രം യൂസ് എഫക്റ്റ് ആപ്പ് ഡോട്ട് JS ലൈൻ 8 നിന്നാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ ഇതാണ് ആ ലൈൻ, ഇതാണ് ആ ലൈൻ. അതായത് യൂസ് എഫക്റ്റിൻ്റെ അകത്ത് കൊടുത്ത കൺസോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ കൺസോളിൽ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി റീലോഡ് ചെയ്യുവാണെങ്കിൽ പിന്നെയും വരും. ഓക്കെ, അതായത് നമ്മുടെ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ അകത്താണല്ലോ യൂസ് എഫക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എം ടി അറേക്ക് പറയുന്നത് ഡിപ്പെൻഡൻസി അറേ എന്നാണ്. ഈ ഡിപ്പെൻഡൻസി അറേ ഇങ്ങനെ എം ടി ആയിട്ട് കൊടുത്താൽ, അകത്തൊന്നും ഇല്ലാതെ കൊടുത്താൽ, ഈ യൂസ് എഫക്റ്റ് വർക്കാവുന്നത് കമ്പോണൻറ്റിൻ്റെ ഇനിഷ്യൽ റെൻഡറിലായിരിക്കും. വർക്ക്സ് ഓൺ കമ്പോണൻറ്റ് ഇനിഷ്യൽ റെൻഡർ. അപ്പോൾ ഈ ഇനിഷ്യൽ റെൻഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെൻഡറിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്പോണൻറ്റ് സ്ക്രീനിലേക്ക് വരുന്ന പ്രക്രിയയാണ് റെൻഡറിങ്. അപ്പോൾ അതായത് സ്ക്രീനിലേക്ക് വരുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന HTML സ്ക്രീനിലേക്ക് ലോഡാകുന്ന ആ ഒരു സമയം, അതാണ് ഇനിഷ്യൽ റെൻഡർ. ആ സമയത്താണ് ഈ എം ടി ഡിപ്പെൻഡൻസി അറേ കൊടുത്ത യൂസ് എഫക്റ്റ് വർക്കാവുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം. ഓക്കെ, യൂസ് എഫക്റ്റ് ട്യൂട്ടോറിയൽ. ഇതിൻ്റെ അകത്തൊന്നും കൊടുക്കാത്തത് കൊണ്ട് അവിടെ ഒന്നും വന്നില്ല. ഞാനിവിടെ കൊടുത്തത് വന്നിട്ടുണ്ട്. അതായത് ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്, ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഈ ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഈ കമ്പോണൻറ്റ് നമ്മുടെ ബ്രൗസറിൻ്റെ സ്ക്രീനിൽ, ഈ ബ്രൗസറിൻ്റെ സ്ക്രീനിൽ ആ കമ്പോണൻറ്റ് ലോഡാകുമ്പോഴാണ് ഈ യൂസ് എഫക്റ്റ് വർക്കാവുന്നത്. മനസ്സിലായോ? അപ്പം ഈ കമ്പോണൻറ്റ് ആദ്യമായിട്ട് ഈ ബ്രൗസറിൽ ലോഡാകുന്ന സമയത്തെയാണ് നമ്മൾ ഇനിഷ്യൽ റെൻഡറിങ് എന്ന് പറയുന്നത്. റെൻഡറിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ വെച്ചിട്ടാണ് റിയാക്ട് കമ്പോണൻറ്റിനെ ബ്രൗസറിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പ്രക്രിയ ആദ്യമായിട്ട് നടക്കുന്ന സമയം ഇനിഷ്യൽ റെൻഡറിങ്ങിലാണ് നമ്മൾ എം ടി ഡിപ്പെൻഡൻസി അറേ കൊടുത്ത യൂസ് എഫക്റ്റ് വർക്കാവുന്നത്. ഓക്കെ, ഇനി പല പല സാഹചര്യങ്ങളിലാണ് ഈ യൂസ് എഫക്റ്റ് നമ്മൾ വർക്കാക്കിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് അത് കാണിച്ചു തരണമെങ്കിൽ എനിക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്കിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് വേണം. ഞാൻ യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് ഒരു കൗണ്ടർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സെറ്റ് കൗണ്ടർ യൂസ് സ്റ്റേറ്റ് 10 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നു. ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ
ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സെറ്റ് കൗണ്ടർ പ്ലസ് 10 എന്ന് കൊടുക്കുന്നു. അതായത് ബട്ടൺ ഓരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ വാല്യൂ, കൗണ്ടറിൻ്റെ വാല്യൂ ഒരു 10 വെച്ച് കൂടും. അതായത് സ്റ്റേറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ മാറ്റുന്നു. ഓക്കെ, ഇനി ഈ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് ഞാൻ ഡിപ്പെൻഡൻസി ആയിട്ട് നേരത്തെ ഞാൻ empty arrayയാണ് കൊടുത്തിരുന്നത്. ആ empty arrayന്ന് മാത്രം കൊടുക്കാതെ ഞാൻ അതിൻ്റെ അകത്ത് ഈ കൗണ്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഡിപ്പെൻഡൻസി അറേക്കകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുത്താൽ എപ്പോഴാണോ ഈ കൗണ്ടറിൻ്റെ വാല്യൂ മാറുന്നത് അപ്പോഴും ഈ യൂസ് എഫക്റ്റ് വർക്കാവും. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇനിഷ്യൽ റെൻഡറിങ്ങിൽ വർക്കായി, അതായത് ആദ്യമായിട്ട് കമ്പോണൻറ്റ് സ്ക്രീനിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് വർക്കായി. നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഫ്രം യൂസ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് 2 വട്ടം വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റിയാക്ട് ഒരു സ്ട്രിക്റ്റ് മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രിക്റ്റ് മോഡ് യൂസ് ചെയ്യുമ്പം എല്ലാ കമ്പോണൻറ്റും 2 വട്ടം ആ ഒരു റെൻഡറിങ് പ്രോസസ്സ് നടക്കും. അതുകൊണ്ടാണ് 2 വട്ടം വന്നേക്കുന്നത്. അപ്പം ആദ്യത്തെ കമ്പോണൻറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ യൂസ് എഫക്റ്റ് വർക്കായി. ഇനി ഈ ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ മാറുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ ഡിപ്പെൻഡൻസി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ കൗണ്ടറിൻ്റെ വാല്യൂ എപ്പോഴാണോ മാറുന്നത് അപ്പോൾ ഈ യൂസ് എഫക്റ്റ് പിന്നെയും വർക്കാവും. ഞാനിവിടെ ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കണ്ട ഫ്രം യൂസ് എഫക്റ്റ് 1 വർക്കായി. ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു 2 വന്നത് സെയിം സംഭവം 2 വട്ടം വന്നു എന്നാണ്. അപ്പോൾ 2 വട്ടം വർക്കായി. പിന്നെയും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 3 അതായത് ഫ്രം യൂസ് എഫക്റ്റ് പിന്നെയും വർക്കായി. പിന്നെയും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, 4ാമത്തെ വട്ടം വർക്കായി. ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് കൗണ്ടർ നമ്മളൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് 10 വെച്ചിട്ട്. എന്നിട്ട് അതായത് നമ്മൾ ഇൻക്രിമെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ കൗണ്ടറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും, അതായത് മാറും. ആ കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ യൂസ് എഫക്റ്റിന് ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുക്കുമ്പം ആ ഡിപ്പെൻഡൻസി വാല്യൂ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ യൂസ് എഫക്റ്റ് ഒന്നും കൂടി വർക്കാവും. അപ്പം ഈ യൂസ് എഫക്റ്റ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ വർക്കാവും? യൂസ് എഫക്റ്റ് പല സാഹചര്യങ്ങളിലും വർക്കാവുന്ന ഒരു ഹുക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹുക്കാണ്. ആദ്യം ഇനിഷ്യൽ റെൻഡറിൽ വർക്കാകും, പിന്നെ വെൻ ഡിപ്പെൻഡൻസി ചേഞ്ചസ്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസി അറേ, ഈ അറേക്കകത്ത് കൊടുത്തേക്കുന്ന സംഭവം മാറുമ്പോൾ. മനസ്സിലായോ? ഈ അറയ്ക്കകത്ത് എത്ര ഡിപ്പെൻഡൻസി വേണേലും നമുക്ക് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ, ഇതേപോലൊരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ട്, അതും നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരെണ്ണവേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുത്ത ഏതെങ്കിലും ഒരെണ്ണം മാറുമ്പോഴും ഇത് വർക്കാവും, അല്ലേ 2ഉം മാറുമ്പോൾ വർക്കാവും. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഡിപ്പെൻഡൻസി കൊടുത്താൽ മതി. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് പല സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹുക്കാണ്. ആ ഏതൊക്കെ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നു എന്നും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് നമുക്ക് ഒരു സാഹചര്യത്തിൽ കൂടി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കമ്പോണൻ്റ് അൺമൗണ്ട്. കമ്പോണൻ്റ് അൺമൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റിനെ സ്ക്രീനിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ് കമ്പോണൻ്റ് അൺമൗണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ റീലോഡ് ചെയ്യുമ്പം ഒരു സെക്കൻഡിന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് സെക്കൻഡിന് ഈ കമ്പോണൻ്റ് സ്ക്രീനിൽ നിന്ന് പോയിട്ട് പിന്നെയുമാണ് വരുന്നത്. അത് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പേജ് മാറത്തില്ലേ. ഇപ്പം ഈ പേജ് നോക്കുമ്പം ഈ കമ്പോണൻ്റാണ് കിടക്കുന്നത്. ഈ പേജിൽ നിന്ന് വേറൊരു പേജ് പോയി കഴിഞ്ഞാൽ ഈ കമ്പോണൻ്റ് സ്ക്രീനിൽ നിന്ന് പോകും, അടുത്ത കമ്പോണൻ്റ് സ്ക്രീനിലോട്ട് വരും.
അപ്പോൾ ആ കമ്പോണൻറ്റ് സ്ക്രീനിൽ നിന്നും പോകുന്നതാണ് അൺമൗണ്ടിങ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് സ്ക്രീനിൽ നിന്ന് പോകുന്നതാണ് അൺമൗണ്ടിങ് എന്ന് പറയുന്നത്. ആ അൺമൗണ്ടിങ് സമയത്തും നമുക്ക് യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു യൂസ് എഫക്റ്റ് കൊടുക്കുന്നു. അതിലും ഞാൻ എംപ്റ്റി ഡിപ്പെൻഡൻസി കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് ഒരു ഫങ്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ അൺമൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കൺസോൾ ഡോട്ട് ലോഗ് ഓൺ കമ്പോണൻ്റ് അൺമൗണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. യൂസ് എഫക്റ്റ് കൊടുത്തു, എംപ്റ്റി ഡിപ്പെൻഡൻസി അറേ കൊടുത്തു, ഇങ്ങനെ ഒരു റിട്ടേൺ കൊടുത്തു, എന്നിട്ടൊരു ആരോ ഫംഗ്ഷൻ കൊടുത്തു. അതിൻ്റെ അകത്തൊരു കൺസോൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ റീലോഡ് ചെയ്തത് കൊണ്ടാണ് ഓൺ കമ്പോണൻ്റ് അൺമൗണ്ട് എന്നുള്ളത് വന്നത്. ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്തു, പിന്നെയും ഫ്രം യൂസ് എഫക്റ്റ് മറ്റേത് വന്നു. ഇനി ഒന്നും കൂടി റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്യുമ്പോൾ കണ്ട ഓൺ കമ്പോണൻ്റ് അൺമൗണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. അതായത് റീലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കമ്പോണൻ്റ് ഒരു കുറച്ച് സമയത്തേക്ക് സ്ക്രീനിൽ നിന്ന് പോയിട്ട് പിന്നെ സ്ക്രീനിലോട്ട് വരികയാണ് ചെയ്യുന്നത്. കമ്പോണൻറ്റിനെ സ്ക്രീനിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിനാണ് അൺമൗണ്ടിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് റീലോഡ് ചെയ്തേ കാണിക്കാൻ പറ്റത്തുള്ളൂ. റിയൽ ആപ്ലിക്കേഷനിൽ പേജ് മാറുമ്പോൾ കമ്പോണൻറ്റ് മാറിയിട്ട് വേറെ കമ്പോണൻറ്റുകളായിരിക്കും ലോഡാകുന്നത്. അപ്പോൾ ആ കമ്പോണൻറ്റ് മാറുന്ന സമയമാണ് അൺമൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹുക്ക് എന്ന് പറയുന്നത് യൂസ് എഫക്റ്റ് ഹുക്ക്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. യൂസ് എഫക്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് കമ്പോണൻറ്റിൻ്റെ പല സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹുക്കാണ്. യൂസ് എഫക്റ്റ് ഹുക്കിൻ്റെ അകത്ത് ആദ്യം ഒരു ഫംഗ്ഷൻ കൊടുക്കണം, പിന്നെ ഒരു ഡിപ്പെൻഡൻസി അറേ കൊടുക്കണം. ഡിപ്പെൻഡൻസി അറേ എംപ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യൽ റെൻഡറിൽ ആദ്യമായിട്ട് കമ്പോണൻറ്റ് സ്ക്രീനിലോട്ട് റെൻഡർ ചെയ്യുന്ന സമയത്ത് വർക്കാവും. പിന്നെ അതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻസി കൊടുത്താൽ ആ ഡിപ്പെൻഡൻസി കൊടുക്കുന്ന വാല്യൂ അത് മാറുമ്പോൾ ആ യൂസ് എഫക്റ്റ് ഹുക്ക് വർക്കാവും. അറേയാണ് ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻസി വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കമ്പോണൻറ്റ് അൺമൗണ്ട് ആകുന്ന സ്ക്രീനിൽ നിന്ന് റിമൂവ് ആകുന്ന സമയത്തും യൂസ് എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ യൂസ് റെഫ് ഹുക്ക് എന്ന് പറയുന്നത് റെഫറൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യൂസ് റെഫ് എന്നാണ് അതിൻ്റെ പേര്. അതിനർത്ഥം റെഫ് എന്ന് പറയുന്നത് റെഫറൻസിൻ്റെ ഷോർട്ട് ഫോമാണ്, യൂസ് റെഫറൻസ്. എന്താണ് ഈ ഹുക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഈ HTML എലമെൻറ്റുകളില്ലേ, HTML എലമെൻസിന് പല പ്രോപ്പർട്ടികളുണ്ട്. പ്രോപ്പർട്ടികളെന്ന് പറഞ്ഞാൽ ഓരോരോ സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രോപ്പർട്ടികളെ നമ്മൾ ഡയറക്റ്റ്ലി യൂസ് റെഫ് ഹുക്ക് വെച്ച് പിടിക്കും. എന്നിട്ട് അതിനെ യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി മാറ്റാൻ കഴിയും. HTML എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടി യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തിട്ട് അതിനെ നമ്മൾ യൂസ് റെഫ് ഹുക്ക് വെച്ച് മാറ്റാൻ കഴിയും. അതാണ് യൂസ് റെഫ് ഹുക്കിൻ്റെ അഡ്വാൻറ്റേജ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ യൂസ് റെഫ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നു, യൂസ് റെഫ് ഫ്രം റിയാക്ട്. പിന്നെ റെഫ് എല്ലാ HTML എലമെൻറ്റുകളിലേക്കും പാസ് ചെയ്യാൻ പറ്റത്തില്ല. റെഫ് ഡിവിൽ പാസ് ചെയ്യാൻ പറ്റും, ഇൻപുട്ടിൽ പാസ് ചെയ്യാൻ പറ്റും. ഏത് HTML എലമെൻറ്റുകളിൽ പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലും നമ്മൾ ഡിവിലും ഇൻപുട്ടിലും ഒക്കെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോൺസ്റ്റ് നമുക്ക് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം, ഡിവ് റെഫ് എന്ന് കൊടുക്കാം. ഈ ഡിവ് റെഫ് എന്ന് കൊടുത്തിട്ട് യൂസ് റെഫ് വിളിക്കുക. നമ്മൾ ആദ്യത്തെ വാല്യൂ ജസ്റ്റ് നള്ള് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, യൂസ് റെഫ് ഹുക്ക് വിളിച്ചിട്ട് നള്ള് പാസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇപ്പം എൻ്റെ ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ
ഇവിടെ നിങ്ങൾക്ക് കാണാം div ക്ലാസ് നെയിം ആപ്പാണ്, അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവിലോട്ടാണ് ഇങ്ങനെ പാസ് ചെയ്യേണ്ടത്. റെഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഈ div ref എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ div ref പാസ് ചെയ്യുമ്പം ഈ ഒരു ഡിവില്ലേ, ഈ ഡിവിൻ്റെ പ്രോപ്പർട്ടികളിലേക്കുള്ള റെഫറൻസ് നമുക്ക് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബട്ടൺ ഇടുന്നു, ബട്ടൺ, അതിനൊരു ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഓൺ ക്ലിക്കിലേക്ക് ഞാനൊരു ഫങ്ഷൻ പാസ് ചെയ്യുകയാണ്, ഹാൻഡിൽ ക്ലിക്ക്. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കാവാനായിട്ടൊരു ഫങ്ഷൻ. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു റെഫ് ഇല്ലേ, div ref എന്ന് പറയുന്നത്, ഈ റെഫ് ഞാൻ കൺസോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഹാൻഡിൽ ക്ലിക്ക് ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ബട്ടണിൻ്റെ ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ ക്ലിക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്ലിക്കിൽ ഈ div ref ഞാൻ കൺസോൾ ചെയ്തിട്ടുണ്ട്. ആ div ref നിങ്ങൾക്ക് കാണാം, ഈ ഡിവിലോട്ട് നമ്മൾ ആ റെഫ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഫ് ഇങ്ങനെ പാസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഇനി ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോണം, ഇവിടെ എനിക്ക് ഒരു കൺസോൾ കിട്ടിയിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റാണ് കിട്ടിയേക്കുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത്, അതായത് ഇതാണ് നമ്മൾ കൺസോൾ ചെയ്തേക്കുന്നത്, അത് നമ്മൾ ഈ ഡിവിലോട്ട് പാസും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ആരോ ഞെക്കിക്കഴിഞ്ഞാൽ അത് വലുതാവും, കണ്ട? അത് വലുതായിട്ട് അതൊന്നും കൂടി വലുതാക്കി കഴിഞ്ഞാൽ ആ ഡിവിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ട? ക്ലാസ് നെയിം ഉണ്ട്, ആപ്പ്, ഇവിടെ കണ്ട ക്ലാസ് നെയിം ആപ്പ്, ഇതേതാ, ഈ ക്ലാസ് നെയിമാണ്. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടികളിലേക്കും നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ്ലി ആക്സസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ index.css പോയിട്ട് ഞാൻ ഇവിടെ ഒരു പുതിയൊരു സ്റ്റൈൽ എഴുതുകയാണ്. ന്യൂ സ്റ്റൈൽ എന്നും പറഞ്ഞ് ഞാനൊരു സ്റ്റൈൽ എഴുതുവാണ്. അതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് റെഡും, വിഡ്ത്ത് 400 പിക്സലും ഹൈറ്റ് 500 പിക്സലും ആക്കുന്നു. ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സംഭവം. എന്തിൻ്റെ അകത്ത്, index.css നമ്മൾ സ്റ്റൈൽ എഴുതിയാൽ അത് മൊത്തം ആപ്ലിക്കേഷനിൽ കിട്ടും. എന്നിട്ട് ഞാൻ app.jsൻ്റെ അകത്ത് ഇവിടെ ഞാൻ കൺസോൾ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ div ref ഡോട്ട് കറണ്ട് എന്ന് കൊടുക്കണം. കറണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് പ്രോപ്പർട്ടി ആണോ മാറ്റേണ്ടത് അത് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ മാറ്റാൻ പോകുന്നത് ക്ലാസ് നെയിമാണ്. ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്നിട്ട് ഈ ന്യൂ സ്റ്റൈൽ എന്നുള്ളത് അങ്ങോട്ട് കൊടുക്കാൻ പോവാം. അതായത് റെഫ് വെച്ചിട്ട് യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് ഈ ഡിവിൻ്റെ റെഫറൻസ് എടുത്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ മാറ്റി കൊടുക്കുക. അപ്പോൾ div ref ഡോട്ട് കറണ്ട് ഡോട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു ന്യൂ സ്റ്റൈൽ എന്നാക്കി. ഇപ്പം നമുക്ക് കാണാം, കണ്ടറിയാം കോശി എന്താ നടക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഹാൻഡിൽ ക്ലിക്ക് വർക്കാകും. ഹാൻഡിൽ ക്ലിക്കിൽ നമ്മൾ യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് ഇതിൻ്റെ ക്ലാസ് നെയിം മാറ്റി കൊടുക്കുന്നുണ്ട്, ന്യൂ സ്റ്റൈൽ ആക്കുന്നുണ്ട്. ന്യൂ സ്റ്റൈലിൻ്റെത് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡും വിട്ടും ഹൈറ്റും 400 500 ആണ്. ഇപ്പോൾ കണ്ടോണേ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം മാറിയത് കണ്ട. ക്ലിക്ക് ചെയ്തപ്പോൾ ഡിവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായി, വിട്ടും ഹൈറ്റും 500 500 വെച്ചായി. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാം, അങ്ങനെ ആകും. അതാണ് യൂസ് റെഫ് ഹുക്ക്. നമ്മളൊരു എലമെൻറ്റിൻ്റെ
റെഫറൻസ് എടുത്തിട്ട്, റെഫറൻസ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രോപ്പർട്ടികളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ആ പ്രോപ്പർട്ടി നമുക്ക് യൂസ്റഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ കഴിയും. ഇനി ഒരു സംഭവം കൂടി കാണിച്ചു തരാം. നമുക്ക് വേറെ ഒരു റെഫ് കൊടുക്കാം. കോൺസ്റ്റ് ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് റെഫ്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കാവേ. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് കൊടുത്താൽ ഈ ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുമ്പം എല്ലാം മറ്റേ ബുള്ളറ്റേ വരത്തുള്ളൂ, കാണാൻ പറ്റത്തില്ല. കാരണം പാസ്വേഡ് ഫീൽഡ് ആയതുകൊണ്ട്. നെയിം ചുമ്മാ കൊടുക്കാം. നമ്മളൊരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കണ്ട, ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിൻ്റെ റെഫില്ലേ, ഈ ഇൻപുട്ടിൻ്റെ റെഫിലേക്ക് ഞാൻ ഇൻപുട്ട് റെഫ് പാസ് ചെയ്യുന്നു. റെഫ് പാസ് ചെയ്താലേ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇവിടെ വേറൊരു ബട്ടൺ കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഷോ പാസ്വേഡ് എന്നും പറഞ്ഞൊരു ബട്ടൺ കൊടുക്കുന്നു. ഷോ പാസ്വേഡിൻ്റെ ഹാൻഡിൽ ക്ലിക്ക് ഞാൻ വേറെ എഴുതുക. കോൺസ്റ്റ് ഷോ പാസ്വേഡ്. ഇവിടെ എന്ത് ചെയ്യും, ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട്, ഈ കറണ്ട് എന്നുള്ളത് ഉപയോഗിക്കണം, അപ്പോഴേ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടത്തുള്ളൂ. ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട് ഡോട്ട് ടൈപ്പ് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും, ടെക്സ്റ്റ് ആക്കി കൊടുക്കും. അപ്പം ഇവിടെ ഞാൻ യൂസ്റഫ് ഹുക്ക് വെച്ചിട്ട് ഇൻപുട്ട് റെഫിൻ്റെ കറണ്ട് ഡോട്ട് ടൈപ്പ്, അതായത് ആ ഇൻപുട്ടിൻ്റെ ടൈപ്പ് പാസ്വേഡിൽ നിന്ന് ഞാൻ ടെക്സ്റ്റാക്കി മാറ്റുക. ടെക്സ്റ്റാക്കി മാറ്റുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്യുന്ന വിസിബിൾ ആകും. എന്നിട്ട് ഈ ഷോ പാസ്വേഡ് എടുത്തിട്ട് ഈ ഹാൻഡിൽ ക്ലിക്കിൻ്റെ അവിടെ ഞാൻ പാസ് ചെയ്യുവാണ്, അഥവാ ഓൺ ക്ലിക്കിൻ്റെ അവിടെ പാസ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്താകും, ഡിവിൻ്റെ റെഫ് നമ്മൾ മാറ്റുന്നതുകൊണ്ട് ചുമലയാകും. റീലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഒന്നും കാണുന്നില്ല. കാരണം ഇവിടെ എന്തുവാണ്, ഇൻപുട്ട് ടൈപ്പ് ഞാൻ കൊടുത്തേക്കുന്നത് പാസ്വേഡാണ്. അതിലോട്ട് നമ്മൾ ഇൻപുട്ട് റെഫ് പാസും ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ ആ ഇൻപുട്ട് റെഫിൻ്റെ ടൈപ്പ് നമ്മൾ ടെക്സ്റ്റാക്കി മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്താൽ ഇത് ഇത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പം ഇൻപുട്ട് റെഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റാക്കി മാറ്റി. അപ്പോൾ അത് കാണാൻ പറ്റും. ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നില്ല, ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പം അത് കണ്ടു. ഇവിടെ ക്ലിക്ക് ചെയ്തു, മാറി. ഇതാണ് നമ്മുടെ യൂസ്റഫ് ഹുക്ക്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള, നമുക്ക് ഒത്തിരി ഉപയോഗിക്കേണ്ടി വരുന്നൊരു ഹുക്കാണ്. ഒരു HTML എലമെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി റെഫറൻസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മാറ്റാൻ കഴിയും. എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ റെഫ് കൺസോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഏതൊരു സംഭവവും പ്രോഗ്രാമിങ്ങിൽ ആദ്യം അതിൻ്റെ പേര് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പേര് യൂസ് കോണ്ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തിട്ട ഡേറ്റ നമുക്ക് ഏത് കമ്പോണൻറ്റിൽ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയും. ഈ പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ, പ്രോപ്പ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ, കമ്പോണൻറ്റിലെ ഒരു പേരൻ്റ് കമ്പോണൻറ്റിൽ നിന്നും ചൈൽഡ് കമ്പോണൻറ്റിലേക്ക് നമ്മൾ പ്രോപ്പ് പാസ് ചെയ്യുന്നു.
ആ ചൈൽഡ് കമ്പോണൻറ്റിന് പിന്നെയും ചൈൽഡ് കമ്പോണൻറ്റ് കാണും, അതിലോട്ട് പ്രോപ്പ് പാസ് ചെയ്യുന്നു. അങ്ങനെ പ്രോപ്പ് വഴി ഇങ്ങനെ താഴോട്ട് പേരൻറ്റിൽ നിന്നും ചൈൽഡ്, ആ പേരൻറ്റിൽ നിന്നും ചൈൽഡ്, അങ്ങനെ പ്രോപ്സിനെ പാസ് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നതിനാണ് പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പ് വഴി ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത്. യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പേരൻറ്റിൽ നിന്ന് ചൈൽഡ്, ആ ചൈൽഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡ്, അതിൻ്റെ ചൈൽഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡ്, അങ്ങനെ താഴോട്ട് ഇങ്ങനെ പ്രോപ്പ് കൊടുത്ത് പോകുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് കോണ്ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോപ്പ് വഴി പാസ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ട് വയ്ക്കും. കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ടാൽ അതിനെ ഡയറക്റ്റ്ലി എവിടെ വേണേലും നമുക്ക് എടുക്കാൻ പറ്റും ആ ഡേറ്റ. അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്ന ഡേറ്റയെ ഡയറക്റ്റ്ലി എവിടെ വേണമെങ്കിലും എടുക്കാൻ സഹായിക്കുന്ന ഹുക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ? കോണ്ടെക്സ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും അതിൽ ഡേറ്റ ഇടാനും ആ ഡേറ്റയെ ഏത് കമ്പോണൻറ്റിലും ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനും സഹായിക്കുന്നതാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറച്ച് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം വീഡിയോ ടോട്ടലായിട്ട് കാണുക. റിയൽ ലൈഫ് യൂസ് വരുന്നത് തീം സ്വിച്ചിങ്ങും മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടുമാണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് തീം സ്വിച്ച് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഏത് തീമാണ് വെബ്സൈറ്റിലെന്നുള്ളത് നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഇട്ട് വയ്ക്കും. അതേപോലെ തന്നെ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടുണ്ട്. ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് സപ്പോർട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് കറൻ്റ്ലി യൂസർ ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഇട്ട് വയ്ക്കും. അത് നമുക്ക് എല്ലാ കമ്പോണൻറ്റിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് കാര്യം നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ SRCക്കകത്തൊരു പുതിയ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. തീം കോണ്ടെക്സ്റ്റ് .jsx എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫയലിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് റിയാക്റ്റിൻ്റെ അകത്ത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റും പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് സ്റ്റേറ്റ് ഹുക്കും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് എക്സ്പോർട്ട് കോൺസ്റ്റ് തീം കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ തീം കോണ്ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവൈഡർ കമ്പോണൻറ്റ് നമുക്ക് ഉണ്ടാക്കണം. അതിനെ നമുക്ക് തീം പ്രൊവൈഡർ എന്ന് വിളിക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചിൽഡ്രൻ എന്നും പറഞ്ഞ് കൊടുക്കണം. ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത്, ഈ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു റാപ്പിംഗ് കമ്പോണൻ്റ് ആണ്. ഈ റാപ്പിംഗ് കമ്പോണൻ്റ്, റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കാര്യത്തിൻ്റെ മേളിൽ നമ്മൾ ചുറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അതിനാണ് റാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കമ്പോണൻറ്റുകളെയും ഈ തീം പ്രൊവൈഡർ വെച്ചിട്ട് നമ്മൾ ചുറ്റും. അതായത് തീം പ്രൊവൈഡറിൻ്റെ അകത്തായിരിക്കും ബാക്കി കമ്പോണൻറ്റുകൾ വരുന്നത്. അപ്പോഴേ ആ കോണ്ടെക്സ്റ്റ് എല്ലാ കമ്പോണൻറ്റിനും അവൈലബിൾ ആകത്തുള്ളൂ. ഈ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തീം പ്രൊവൈഡർ കമ്പോണൻറ്റിൻ്റെ താഴെ വരുന്ന കമ്പോണൻറ്റുകളെയാണ്. ഇനി ഇവിടെ നമുക്ക്, അതായത് ഇപ്പം ഡാർക്ക് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഫോൾസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്കിവിടെ ഒരു ഫങ്ഷൻ എഴുതാനുണ്ട്, ടോഗിൾ തീം എന്നും പറഞ്ഞു. അതായത് തീം നമ്മൾ സ്വിച്ച് ചെയ്യണമല്ലോ. ടോഗിൾ തീം എന്ന് നമ്മൾ കൊടുക്കുന്നു. സെറ്റ് ഈസ് ഡാർക്ക് നോട്ട് ഓഫ് ഈസ് ഡാർക്ക്. ഈ നോട്ട് ഓഫ് ഈസ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈസ് ഡാർക്ക് എന്തോ ആണോ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ. ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും, ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും. കാരണം ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടും ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടും നമുക്ക് ബാക്ക് ടു ബാക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ ടോഗിൾ തീം എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്.
നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഇത് കൊടുത്തില്ല. ടോഗിൾ തീം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ കറക്റ്റായി, ഇത് ഫംഗ്ഷനാണ്. ഇനി നമുക്ക് ഇവിടെ തീം എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ഈസ് ഡാർക്കും ഈ ടോഗിൾ തീം എന്ന് പറയുന്ന ഫംഗ്ഷനും കൊടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ ചെയ്യാനുള്ള സംഭവം റിട്ടേൺ ചെയ്യാം. ഈ ഒരു തീം കോണ്ടെക്സ്റ്റ് ഇല്ലേ, തീം കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ എന്ന് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തോ വരുന്നത് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊവൈഡറിൻ്റെ അകത്ത് വരുന്ന വേറെ കമ്പോണൻറ്റുകളാണ് ചിൽഡ്രൻ. ഓക്കെ, എന്നിട്ട് ഇതിലെ വാല്യൂവിലേക്ക് ഈ തീം നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോണം. നമ്മൾ തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ തീം കോണ്ടെക്സ്റ്റ് തൊട്ട് പ്രൊവൈഡറിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈസ് ഡാർക്കും ഉണ്ട്, ടോഗിൾ തീം എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. ഈസ് ഡാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഡാർക്കാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ് വാല്യൂ ആണ്. ടോഗിൾ തീം എന്ന് പറയുന്നത് അതിനെ സ്വിച്ച് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ തീം പ്രൊവൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു. ഓക്കെ, എപ്പോഴും നമ്മൾ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറും സൃഷ്ടിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ app.js ഇല്ലേ, app.js പോയിട്ട് നമ്മൾ ഈ തീം പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്യണം. തീം പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന എല്ലാ കമ്പോണൻറ്റുകളെയും ഇതിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ, റാപ്പ് ചെയ്യണം. കാരണം അപ്പോഴേ ആ കോണ്ടെക്സ്റ്റിലെ ഡേറ്റ എല്ലാ കമ്പോണൻറ്റിലും അവൈലബിൾ ആയിരിക്കുള്ളൂ. കറണ്ട് തീം എന്താ ഏതാ ആ തീം സ്വിച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ കമ്പോണൻറ്റിലും കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പ്രൊവൈഡറിൻ്റെ അകത്ത് വേണം എല്ലാ കമ്പോണൻറ്റ് റാപ്പ് ചെയ്യാൻ. ഇനി നമ്മുടെ SRCക്കകത്ത് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിനെ നമുക്ക് കമ്പോണൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ കമ്പോണൻസ് ഫോൾഡറിൻ്റെ അകത്ത് ആദ്യം നമ്മൾ navbar എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. navbar.jsx. ഇതിലേക്ക് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കിനെ വിളിക്കുന്നു. ഇമ്പോർട്ട് യൂസ് കോണ്ടെക്സ്റ്റ് ഫ്രം റിയാക്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ് navbar. നമുക്ക് ഈ കമ്പോണൻറ്റിൽ നമ്മുടെ തീം കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത തീം കോണ്ടെക്സ്റ്റ് ഇല്ലേ, ആ തീം കോണ്ടെക്സ്റ്റ് നമ്മൾ navbarലോട്ട് ഇത് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് കോണ്ടെക്സ്റ്റിൽ നിന്നും വാല്യൂസ്, അതായത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്നും വാല്യൂവെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈസ് ഡാർക്ക് എന്നുള്ളതും ടോഗിൾ തീം ഇതേതാണെന്നറിയാവോ? ഇതിൻ്റെ അകത്ത് കൊടുത്ത ഇത് ഈസ് ഡാർക്ക് ടോഗിൾ തീം ഇത് നമ്മൾ എടുക്കണം. ഈസ് ഡാർക്ക് ടോഗിൾ തീം എടുക്കണം. എങ്ങനെ എടുക്കേണ്ടത്? യൂസ് കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തീം കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. അതായത് നമ്മുടെ തീം കോണ്ടെക്സ്റ്റിൻ്റെ അകത്തോട്ട് നമ്മൾ തീം കോണ്ടെക്സ്റ്റ്.jsxൽ ചെയ്തത് എന്താ, അതിൽ കുറച്ച് ഡേറ്റയും ഇട്ട് വെച്ചു. ഒരു ഡേറ്റ ഈസ് ഡാർക്ക് എന്ന് പറയുന്ന ഡേറ്റ ഇട്ട് വെച്ചു, ഒരു ഫംഗ്ഷൻ ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തേക്ക് ഈ ഡേറ്റയും ഫംഗ്ഷനും പോയി. ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ഇവിടെ. യൂസ് കോണ്ടെക്സ്റ്റ് തീം കോണ്ടെക്സ്റ്റ്, അതിൻ്റെ അകത്തെ ഈസ് ഡാർക്കും ടോഗിൾ തീമും നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്നും റിട്ടേൺ നമുക്കൊരു navbar റിട്ടേൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു h1 ടാഗ് കൊടുക്കാം. യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ. ഇവിടെ നമ്മളൊരു ബട്ടൺ കൊടുക്കുകയാണ്. ബട്ടൺ
അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. സ്വിച്ച് ടു എന്ന് കൊടുക്കുന്നു. ഈസ് ഡാർക്ക് ആണെങ്കിൽ ലൈറ്റും അല്ലെങ്കിൽ ഡാർക്കും മോഡിലേക്കാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതായിട്ട് ബട്ടൻ്റെ ടെക്സ്റ്റ് മാറും. സ്വിച്ച് ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് ഡാർക്ക് ആണോ നോക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാർക്ക് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ ക്ലിക്ക് ഇവൻറ്റിലേക്ക് നമ്മൾ ആ ടോഗിൾ തീമും കൂടി പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നാവ് ബാറിൻ്റെ അകത്ത് ഈ തീം സ്വിച്ച് ചെയ്യാനുള്ള ബട്ടണും അതിൻ്റെ ഫങ്ഷണാലിറ്റിയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഈ നാവ് ബാർ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. app.jsൽ ഇമ്പോർട്ട് നാവ് ബാർ. എന്നിട്ട് ഈ തീം പ്രൊവൈഡറിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നാവ് ബാർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടണും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞൊരു content.jsx എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ തീം കോണ്ടെക്സ്റ്റും കൂടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ് കണ്ടൻറ്റ്. ഇതിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഈസ് ഡാർക്ക് എന്ന് പറയുന്ന ആ ഡേറ്റ ഇവിടെ നമുക്ക് എടുക്കണം. അപ്പോൾ യൂസ് കോണ്ടെക്സ്റ്റ് തീം കോണ്ടെക്സ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ആ ഈസ് ഡാർക്ക് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒരു div ആണ്. divൽ നമ്മൾ എഴുതുന്നത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസ് വിത്ത് തീം. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് കളർ. ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റ് കളറും തീം അനുസരിച്ച് ചേഞ്ച് ആകും എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ divലോട്ട് നമ്മൾ സ്റ്റൈൽ കൊടുക്കണം. നമ്മൾ തീമാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ തീം ഡാർക്കും ലൈറ്റും മാറുമ്പോഴത്തേക്കും അവിടെ മാറുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറുമാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കുന്നത് ഈസ് ഡാർക്ക് ആണോ നോക്കുന്നു. ഡാർക്ക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആണ്. ഡാർക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്റ്റ് കളറാണ്. ടെക്സ്റ്റ് കളറ് ഡാർക്ക് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കണം. ഡാർക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് കളറ് ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ ഇതിനൊരു ഹൈറ്റ് കൊടുത്തേക്കാം. ഈ divന് ഒരു 400 പിക്സൽ കൊടുത്തേക്കാം. വിഡ്ത്തും ഒരു 400 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് റെഡിയായി. അതിൽ ഡാർക്ക് ആണെങ്കിൽ നമ്മൾ ഈ divന് ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറും ഡാർക്ക് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ app.js പോയിട്ട് ഇമ്പോർട്ട് കണ്ടൻറ്റ് ഫ്രം കമ്പോണൻസ് കണ്ടൻറ്റ്. എന്നിട്ട് നമ്മളിവിടെ കണ്ടൻറ്റ് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ട യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ് ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരാം. യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് കളർ ചേഞ്ചസ് വിത്ത് തീം. ഇപ്പം ഞാൻ സ്വിച്ച് ടു ഡാർക്ക് മോഡ് അടിച്ചു കഴിഞ്ഞാൽ
ഇവിടെ എന്തായി, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കറുപ്പായി, ടെക്സ്റ്റ് കളർ എന്തായി, വെള്ളയായി. ഇതാണ് തീം സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് കണ്ട സ്വിച്ച് ടു ലൈറ്റ് മോഡായി. ഇപ്പോൾ ലൈറ്റ് മോഡ് ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ എന്തായി, ലൈറ്റ് മോഡിലേക്കായി. മനസ്സിലായോ? സ്വിച്ച് ടു ഡാർക്ക് മോഡ്, ഇപ്പോൾ ഡാർക്ക് മോഡായി. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കായി, ടെക്സ്റ്റ് കളർ വൈറ്റായി. സ്വിച്ച് ടു ലൈറ്റ് മോഡ്, ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റായി, ടെക്സ്റ്റ് ഡാർക്കായി. അപ്പം നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തീം സ്വിച്ചിങ് ചെയ്തു. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ വീഡിയോയിൽ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എന്താണെന്നാണ് നോക്കിയത്. യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോബ് ഡ്രില്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരൻറ്റിൽ നിന്നും ചൈൽഡിലേക്കും പിന്നെ അതിൻ്റെ ചൈൽഡിലേക്കും പാസ് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഡേറ്റ ഇട്ട് വയ്ക്കും. കോണ്ടെക്സ്റ്റിൽ ഇട്ട് വയ്ക്കുന്ന ഡേറ്റ എല്ലാ സ്ഥലത്തും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം തീം കോണ്ടെക്സ്റ്റ് .jsx എന്ന് പറയുന്ന ഒരു ഫയലിൽ നമ്മളൊരു ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് റിയാക്റ്റിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് തീം പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈസ് ഡാർക്ക് എന്ന് പറയുന്നൊരു വാല്യൂ അതിൽ വെച്ചിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ അകത്ത്. ടോഗിൾ തീം എന്ന് പറയുന്നത് ആ ഈസ് ഡാർക്കിനെ സ്വിച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊവൈഡർ റിട്ടേൺ ചെയ്തു. തീം കോണ്ടെക്സ്റ്റ് .പ്രൊവൈഡർ വാല്യൂ തീം കൊടുത്തു. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പോണൻസ്. അങ്ങനെ തീം പ്രൊവൈഡർ, അതായത് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ആദ്യം സൃഷ്ടിക്കണം. നമ്മുടെ ആ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിന് ഇവിടെ പേര് തീം പ്രൊവൈഡർ എന്നാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ app.jsൽ വിളിച്ചിട്ട് നമ്മുടെ ഏതൊക്കെ കമ്പോണൻറ്റുകൾ കാണിക്കുന്നുണ്ടോ അതിനെ ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഇതായിരിക്കണം പുറത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു നാവ് ബാർ കമ്പോണൻറ്റ് സൃഷ്ടിച്ചു. അവിടെ നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എടുത്തു. എന്നിട്ട് തീം കോണ്ടെക്സ്റ്റിൽ നിന്നും ഈസ് ഡാർക്കും ടോഗിൾ തീമും വാല്യൂവും ഫംഗ്ഷനും എടുത്തു. എന്നിട്ട് ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ ടോഗിൾ തീം പാസ് ചെയ്തു. എന്നിട്ട് ബട്ടൻ്റെ ടെക്സ്റ്റ് ഈസ് ഡാർക്ക് അനുസരിച്ച് മാറുന്ന പോലെ എഴുതി. പിന്നെ കണ്ടൻറ്റിൻ്റെ അകത്തും നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തീം കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്തു. ആ തീം കോണ്ടെക്സ്റ്റിൻ്റെ അകത്തെ ഈസ് ഡാർക്ക് വാല്യൂ എടുത്തിട്ട് ആ ഈസ് ഡാർക്ക് വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറും കാണിക്കുന്നു. ഇതാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ആ കോണ്ടെക്സ്റ്റിലെ ഡേറ്റ ഉപയോഗിക്കാനും ഏത് കമ്പോണൻറ്റിലും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. മനസ്സിലായോ? കണ്ടൻറ്റ് കമ്പോണൻറ്റിൽ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു, യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഡേറ്റ എടുക്കുന്നു. നാവ് ബാറിലും യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്ന് ഡേറ്റ എടുക്കുന്നു. അപ്പോൾ പ്രോബ് ഡ്രില്ലിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇതാണൊരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ. ആ റിയൽ ലൈഫ് ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്തത്. അത് 5 മിനിറ്റ് പഠിപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങളിത് പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. അപ്പോൾ റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റില്ലേ, റിയാക്റ്റിൽ റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫംഗ്ഷനെയാണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫംഗ്ഷൻ. എല്ലാ കമ്പോണൻറ്റിനും ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. അങ്ങനെ ഈ റെഡ്യൂസർ ആക്ച്വലി വരുന്ന റിഡക്സിലാണ്. റിഡക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അവിടെയും ഈ റെഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. റെഡ്യൂസർ സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന സംഭവമാണ് റെഡ്യൂസർ. ഈ യൂസ് റെഡ്യൂസർ ഹുക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കില്ലേ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച യൂസ് സ്റ്റേറ്റ് ഹുക്ക്, ആ യൂസ് സ്റ്റേറ്റ് ഹുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, അതിൻ്റെ റിപ്പീറ്റഡ് യൂസേജിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ യൂസ് റെഡ്യൂസർ ഹുക്ക് ഉപയോഗിക്കാം. എപ്പോഴാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആയിരിക്കണം. ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ നമ്മൾ ആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും. സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആയിരിക്കണം. ഒരേ കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ യൂസ് സ്റ്റേറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു എങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് യൂസ് റെഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റേറ്റ് അപ്ഡേറ്റ് റിലേറ്റഡ് ആണ്,
അത് മൾട്ടിപ്പിൾ യൂസ് എഫക്റ്റ് യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നു എങ്കിൽ നമുക്ക് ആ സാഹചര്യങ്ങളിൽ യൂസ് റെഡ്യൂസർ ഉപയോഗിക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കൗണ്ടർ ആപ്ലിക്കേഷൻ ആകുമ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യം. സ്റ്റേറ്റ് അപ്ഡേറ്റുകളെല്ലാം റിലേറ്റഡ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഹുക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് യൂസ് റെഡ്യൂസർ ഫ്രം റിയാക്റ്റിൽ നിന്ന് യൂസ് റെഡ്യൂസർ ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്നു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. ഈ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ വാല്യൂ ആണ്. അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൗണ്ടറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കൗണ്ടിന് 0 കൊടുക്കുന്നു. ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനിയാണ് നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. ഫംഗ്ഷൻ നമുക്കതിനെ കൗണ്ടർ റെഡ്യൂസർ എന്ന് വിളിക്കാം. ഫംഗ്ഷൻ്റെ പേര് നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുത്തോ. ഇവിടെ നമ്മൾ കൗണ്ടർ റെഡ്യൂസർ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. റെഡ്യൂസർ ഫംഗ്ഷനിൽ എപ്പോഴും 2 ആർഗ്യുമെൻ്റ് ആണ് ഉണ്ടാവുക. ഒരെണ്ണം സ്റ്റേറ്റും ഒരെണ്ണം ആക്ഷനും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ച് കേസ് എഴുതണം. സ്വിച്ച് ഇവിടെ ആക്ഷൻ ഡോട്ട് ടൈപ്പാണ് കൊടുക്കേണ്ടത്. ആക്ഷൻ ഡോട്ട് ടൈപ്പ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാം. ആദ്യത്തെ കേസ് ഇൻക്രിമെൻ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിലെ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1. അതായത് നമ്മുടെ ആക്ഷൻ്റെ ടൈപ്പ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഈ കൗണ്ടിനെ അപ്പോഴത്തെ വാല്യൂ എടുത്തിട്ട് അപ്പോഴത്തെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോഴത്തെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടും. ഇനി ഇവിടെ എപ്പോഴും ഒരു ഡീഫോൾട്ടും കൂടി വേണം റെഡ്യൂസർ ഫംഗ്ഷന്. ഡീഫോൾട്ട് എന്താ കൊടുക്കേണ്ടത്? റിട്ടേൺ സ്റ്റേറ്റ് കൊടുക്കുക. ഡീഫോൾട്ട് എപ്പോഴും റിട്ടേൺ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷനും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ മറ്റേ മെയിൻ കമ്പോണൻ്റ് ഇല്ല app.js അതിൻ്റെ അകത്താണ് എഴുതുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുക്കുക കോൺസ്റ്റ്. ഇവിടെ വേണം ഞാൻ വലുതാക്കി കാണിച്ചു തരാം. ഫോണ്ട് ഞാൻ വലുതാക്കിയിട്ടുണ്ട്, നോക്കിക്കോണേ. കോൺസ്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് എന്ന് കൊടുക്കുക. എന്നിട്ട് യൂസ് റെഡ്യൂസർ എന്ന് കൊടുക്കുക. ഈ യൂസ് റെഡ്യൂസർ ഹുക്കിലേക്ക് 2 കാര്യമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ കൗണ്ടർ റെഡ്യൂസർ. ഏതാ കൗണ്ടർ റെഡ്യൂസർ? ഇതാണ് കൗണ്ടർ റെഡ്യൂസർ. രണ്ടാമത് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, യൂസ് റെഡ്യൂസറിൻ്റെ ആദ്യത്തേത് സ്റ്റേറ്റും രണ്ടാമത്തത് ഡിസ്പാച്ചും. ഡിസ്പാച്ച് എന്ന് പറയുന്നത് അത് എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് = യൂസ് റെഡ്യൂസർ ഹുക്ക്, അതിലേക്ക് നമ്മൾ എഴുതിയ റെഡ്യൂസർ ഫംഗ്ഷൻ കൊടുക്കണം, ഇനിഷ്യൽ സ്റ്റേറ്റും കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്തേക്കാം. ഒരു h1 ടാഗിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തേക്കാം സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് നമ്മൾ ഒരു h1 ടാഗിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട കൗണ്ട് 0 എന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് 2-3 ബട്ടൺ കൊടുത്തിട്ട് നമ്മുടെ സംഭവങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ഒരു ബട്ടൺ കൊടുക്കാം. ബട്ടൺ ഇൻക്രിമെൻ്റ് by 1 എന്ന് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ വന്നു, ഇൻക്രിമെൻ്റ് by 1 എന്നാണ് ആ ബട്ടൻ്റെ ടെക്സ്റ്റ്. ഇതിൻ്റെ ഓൺ ക്ലിക്കിൽ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യണമല്ലോ ഓൺ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൊടുക്കുക
ഡിസ്പാച്ച് എന്ന് കൊടുക്കുന്നു. ഈ യൂസ് റെഡ്യൂസറിൻ്റെ ഡിസ്പാച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കണം, ടൈപ്പ് കൊടുക്കണം. ടൈപ്പ് എന്താ ടൈപ്പ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാവാ? ഈ സംഭവം, അതായത് ഈ ബട്ടണിൻ്റെ ഓൺ ക്ലിക്കിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഡിസ്പാച്ച് ചെയ്തിരിക്കുന്നത് ടൈപ്പ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ്. ഈ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഈ ആക്ഷൻ. കണ്ട, ഡിസ്പാച്ച് ചെയ്യുന്നത് ഈ ആക്ഷനാണ്. ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻക്രിമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ വർക്കാവുന്നത്? ഇതാ വർക്കാവുന്നത്. സ്റ്റേറ്റിലെ കൗണ്ട് എന്ന് പറയുന്ന സംഭവത്തെ 1 വെച്ച് കൂട്ടും. മനസ്സിലായോ? അപ്പം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ഷനാണ് ഫയർ ആവുന്നത്. ഈ ആക്ഷൻ ഫയർ ആയിട്ട് ഈ റെഡ്യൂസറിൻ്റെ അകത്തെ സ്റ്റേറ്റ് അപ്ഡേറ്റ് വർക്കാവുന്നു, സ്റ്റേറ്റിലെ വാല്യൂ മാറുന്നു. അപ്പോൾ നമുക്ക് UI പോയി നോക്കാം. UIയിൽ ഇവിടെ ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ബൈ 1 ഉണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, 1 കൂടി ക്ലിക്ക് ചെയ്യുന്നു, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബട്ടണും കൂടി കൊടുത്തിട്ട് ഡിക്രിമെൻ്റ് ആക്കാം, കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിട്ട് ഒരു കേസും കൂടി എഴുതണം. കേസ് ഡിക്രിമെൻ്റ് എന്ത് ചെയ്യണം? റിട്ടേൺ കൗണ്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് -1. ഡിക്രിമെൻ്റ് എന്നൊരു ടൈപ്പ്, ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കേസ് നമ്മൾ എഴുതി കൊടുത്തു. സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് -1 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ബട്ടണെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാം. എന്നിട്ട് ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഡിക്രിമെൻ്റ് ബൈ 1 എന്നാക്കിയിട്ട് ഈ ടൈപ്പ് നമ്മൾ മാറ്റി കൊടുക്കണ്ടേ? അപ്പം ഇതിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത്, അപ്പോൾ ഇതിൽ ഡിക്രിമെൻ്റ് ബൈ 1 എന്ന ടെക്സ്റ്റുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ആക്ഷനാണ് ഫയർ ആവുന്നത്. ഈ ആക്ഷൻ ഫയർ ആയിട്ട് വാല്യൂ 1 വെച്ചിട്ട് കുറയും. ഇവിടെ ബട്ടൺ വന്ന് കണ്ട, കുറഞ്ഞ്, ഇത് കൂട്ടി, ഇത് കുറഞ്ഞ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ യൂസ് റെഡ്യൂസർ തന്ന ഡിസ്പാച്ച് വെച്ചിട്ട് നമ്മളൊരു ആക്ഷനെ ട്രിഗർ ചെയ്യുക. ആ ആക്ഷൻ്റെ ടൈപ്പ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ്. ഈ ആക്ഷൻ ട്രിഗർ ആകുമ്പോൾ ഇവിടെ പോകും. ഇവിടെ പോയിട്ട് ഈ കേസിൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കും. മാച്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് നടക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയോ, ഇവിടെ നമ്മൾ ഇതല്ലാണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കണം, മൾട്ടിപ്പിൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കുറേ സെറ്റ് സ്റ്റേറ്റ് വിളിക്കണം. ശരിയല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് ആ ലോജിക്കിനെയൊക്കെ, യൂസ് റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് ലോജിക്കിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റ്, അത് ഒരുമിക്കുക. ഇവിടെ സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആണ്, റൈറ്റ്? എല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ കൗണ്ടറാണ്. ആ കൗണ്ട് എന്നുള്ള വാല്യൂ തന്നെയാണ് മാറുന്നത്. സോ റിലേറ്റഡ് സ്റ്റേറ്റ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ യൂസ് സ്റ്റേറ്റിന് പകരം ഇങ്ങനെ റെഡ്യൂസർ ഫംഗ്ഷൻ വെച്ചിട്ട് യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് റീസെറ്റ് എന്ന് പറഞ്ഞൊരിത് കൊണ്ടുവരണം. അതായത് റീസെറ്റ് എന്ത് ചെയ്യണം? വാല്യൂ 0 ആക്കണം. റിട്ടേൺ കൗണ്ട് 0. ഓക്കെ, നമ്മൾ റീസെറ്റിന് പറഞ്ഞാൽ എഴുതി. ഇപ്പോൾ റിട്ടേൺ കൗണ്ട് 0. ഈ ബട്ടൺ നമുക്കൊന്ന് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്തു, ഇതിൻ്റെ ടെക്സ്റ്റ് റീസെറ്റ് കൊടുത്തു. ടൈപ്പ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഡിസ്പാച്ച് ചെയ്യുന്ന ടൈപ്പ് റീസെറ്റ് ആക്കി.
അപ്പോൾ ഇവിടെ റീസെറ്റും വന്നിട്ടുണ്ട്. റീസെറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. റീസെറ്റ് ചെയ്താൽ 0 ആയി. മനസ്സിലായോ? അപ്പോൾ ഇതൊരു കൗണ്ടർ ആപ്ലിക്കേഷനാണ്. ഇതിനെ നമ്മൾ യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്തേക്കുവാണ്. ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ ഫയർ ആകും, ഡിസ്പാച്ച് ആകും. അതിൻ്റെ ആക്ഷൻ ഡിസ്പാച്ച് ആകുമ്പം സ്റ്റേറ്റ് അപ്ഡേറ്റ് എങ്ങനെ നടക്കണം എന്ന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിക്രിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ ആക്ഷൻ വരും, റീസെറ്റ് ചെയ്താൽ അത് നടക്കും. മനസ്സിലായോ? ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, റീസെറ്റ്. അപ്പോൾ ഇനി ഇവിടെ ഇൻക്രിമെൻറ്റ് ബൈ ഒരു ഇൻക്രിമെൻറ്റ് ബൈ 10 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുത്താൽ പോരെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റിപ്പീറ്റഡ് ആയിട്ട് മറ്റേ യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതിനാണ് യൂസ് റെഡ്യൂസർ. ഇനി ഇവിടെ നമുക്ക് പുതിയൊരു സാധനം കൊണ്ടുവരണം. ഇൻക്രിമെൻറ്റ് ബൈ 10 എന്ന് കൊണ്ടുവരണം. അത് സിമ്പിളല്ലേ? ഇവിടെ പോയിട്ട് ഒരു ടൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ക് 10. അതിൻ്റെ ലോജിക്ക് ഇവിടെ എഴുതി കൊടുക്കുക. കൗണ്ട് ഈക്വൽ ടു സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് 10 ആയില്ലേ? ഇനി ഇത് ഡിസ്പാച്ച് ചെയ്താൽ പോരെ? ഇനി ഒരു പുതിയ ബട്ടണും കൂടി കൊണ്ടുവരിക. ഇതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുക. ബൈ 10 എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ക് ബൈ 10. ഈ ഇങ്ക് 10നെ കോപ്പി ചെയ്ത് കൊണ്ട് ഇവിടെ ഇടുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ക് 50യോ അല്ലെ ഡിക്രിമെൻറ്റ് ബൈ 50യോ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇത് അടുത്ത ബട്ടൺ വന്ന് ഇങ്ക് ബൈ 10 വന്ന്. അപ്പം അത് 10 വെച്ച് കൂടുന്നു. കണ്ട, അത് 10 വെച്ച് കൂടുന്നു. ഇതാണ് യൂസ് റെഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് യൂസ് റെഡ്യൂസർ ഹുക്ക് പഠിച്ചു. ഇപ്പം നമ്മൾ വേണ്ട റിയാക്ട് ഹുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് API കോൾ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ.